ഹലോ ഗായ്സ്, വെൽക്കം ടു കെൻ വേൾഡ്. ഇന്ന് നമ്മൾ നമ്മുടെ പി എസ് സിയിലൊക്കെ വരുന്ന ഒരു മാത്സിൻ്റെ പ്രോബ്ലമാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. നമുക്ക് എങ്ങനെ അത് സിമ്പിളായിട്ട് മനസ്സിലാക്കാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ ഞാൻ ആദ്യം ഒന്ന് വായിക്കാം. ഒരു കോഡ് ഭാഷയിൽ ആപ്പിൾ എന്ന വാക്ക് ETTPI എന്ന് സൂചിപ്പിക്കാമെങ്കിൽ ഓറഞ്ച് എന്ന വാക്കിൻ്റെ കോഡ് ഏത്? അതാണ് ക്വസ്റ്റ്യനായിട്ട് വരുന്നത്. നമുക്കവിടെ 4 ഓപ്ഷൻസും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. അപ്പോൾ കേസ് അതിനാദ്യം നമ്മൾ ആപ്പിൾ എന്ന് ഞാൻ എഴുതുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ആദ്യം അതിന് ആപ്പിൾ എന്ന് എഴുതുക. ആപ്പിൾ എന്ന് ഞാൻ ഇവിടെ എഴുതി കൊടുക്കുന്നുണ്ട്. ആപ്പിളിൻ്റെ കോഡ് അവർ തന്നിട്ടുള്ളത് ETTPI. ഇതാണ് നമുക്ക് ആപ്പിളിൻ്റെ കോഡ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ആപ്പിൾ വരുന്നത് 1 നമ്മൾ ABCD എണ്ണുമ്പോൾ ആപ്പിളിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 1ാമതാണ് ആപ്പിൾ വരുന്നത്. നമുക്ക് വരുന്നത് 5ാമതുമാണ്. ABCDE വരുന്നത് 5ാമതാണ്. അപ്പോൾ 1 5 എത്ര ഡിഫറൻസ് നമുക്ക് അവിടെ വന്നത്? 4 ഡിഫറൻസാണ് നമുക്ക് അവിടെ വന്നത്. സോ നമുക്ക് എല്ലാ ലെറ്റേഴ്സിനും അതേ ഡിഫറൻസ് ആണോ വരുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് P എത്രാമതാണ് വരുന്നത് നമുക്ക് എണ്ണി നോക്കാം. ABCD അങ്ങനെ നമ്മൾ എണ്ണുമ്പോൾ P എത്രാമതാണ് വരുന്നത്? നമുക്ക് P വരുന്നത് 16 കേട്ടോ. നമ്മൾ ABCD എണ്ണുമ്പോൾ P വരുന്നത് 16. അപ്പോൾ 16 കൂടെ 4 കൂടിയിട്ട് T വരുന്നത് എത്രയും നോക്കുക. അപ്പോൾ T വരുന്നത് നമുക്ക് 20ാമതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 4 കൂടിയിട്ടുള്ളത്. 16 കൂടെ 4 കൂടി 20ആയി. ഇനി നെക്സ്റ്റ് നമുക്ക് വീണ്ടും P നമ്മൾ ഓൾറെഡി ഇപ്പോൾ നോക്കിയതാണ്. അപ്പോൾ 16ാമത് തന്നെയാണ് വരുന്നത്. വീണ്ടും ഇവിടെ T തന്നെയാണ്. അത് നമുക്ക് 20ാമതാണ് വരുന്നത്. പിന്നെ നമുക്ക് വരുന്നത് L ആണ്. L എത്രാമതാണ് വരുന്നത് നമുക്ക് എണ്ണി നോക്കാം. ABCD എണ്ണുമ്പോൾ നമുക്ക് L വരുന്നത് 12ാമതാണ്. 12. ഇനി നമുക്ക് P വരുന്നത് 16ാമതാണ്. അപ്പോൾ 12 കൂടെ 4 കൂടി 16ആയി. വരുന്നത് 5ാമതാണ്. ഇവിടെ I വരുന്നത് 9ാമതാണ്. 5 കൂടെ 4 കൂടി 9ആയി. അപ്പോൾ ഇവിടെ എല്ലാത്തിനും സെയിം ഡിഫറൻസ് ആണ് വരുന്നത്. 4 വെച്ചിട്ടാണ് കൂടിയിട്ടുള്ളത്. ഇനി നമുക്ക് അവർ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഓറഞ്ചിൻ്റെ കോഡ് ഏതാണ് എന്നാണ്. അപ്പോൾ ഓറഞ്ച് എന്ന് ആദ്യം എഴുതുക. ഇപ്പോൾ ഇതാ നമ്മൾ ഓറഞ്ച് ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ പോലെ തന്നെ ഇപ്പോൾ നമ്മൾ മുകളിൽ ചെയ്തപ്പോൾ നമുക്ക് 4 വെച്ചിട്ടാണ് ഡിഫറൻസ് വന്നത്. അപ്പോൾ നമ്മൾ ഓറഞ്ചിൻ്റെ കോഡ് ചോദിച്ചിട്ടുണ്ട്. ഓറഞ്ചിൻ്റെ കോഡും ആ 4 ഡിഫറൻസ് വെച്ചിട്ടാണ് എടുക്കേണ്ടത്. അതായത് ഓർഡർ നമ്മൾ എത്രാമത്തെ നമ്പറാണ് വരുന്നത് നോക്കുക. അതിൻ്റെ കൂടെ 4 കൂട്ടിയിട്ടുള്ള ലെറ്റർ വേണം നമ്മളവിടെ എഴുതാൻ. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് എണ്ണാം. ABCD നമ്മൾ എണ്ണുമ്പോൾ O വരുന്നത് 15ാമതാണ്. 15ാമതാണ് O വരുന്നത്. അപ്പോൾ 15 കൂടെ 4 കൂടി എത്ര വരിക? 19ാണ് വരിക. അപ്പോൾ 19ാമത് ഏത് നമ്പറാണ് വരുന്നത്? ഏത് ലെറ്ററാണ് വരുന്നത്? O കഴിഞ്ഞിട്ട് നമ്മൾ എണ്ണുക. O കഴിഞ്ഞിട്ട് വരുന്നത് PQRS. അപ്പോൾ 19ാമത് വരുന്നത് നമുക്ക് S ആണ്. അപ്പോൾ നമ്മളവിടെ S എഴുതി. വരുന്നത് 19ാമത്. കാരണം ഈ 15ൻ്റെ കൂടെ 4 കൂടിയിട്ടാണ് 19ാമത് വരുന്നത്. കാരണം മുകളിൽ നമ്മളിപ്പോൾ ചെയ്തത് 4 വെച്ചിട്ടാണ് ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ആ 4 ഡിഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നത് കേട്ടോ. നമ്മളിനി എങ്ങനെ പ്രോബ്ലം വരുമ്പോൾ നമ്മൾ ആദ്യം ആ ലെറ്റേഴ്സ് നമ്മൾ ഡിഫറൻസ് നോക്കുക. അത് വെച്ചിട്ടാണ് നമ്മൾ ഏത് കോഡാണ് അവർ കാണാൻ പറഞ്ഞെങ്കിൽ ആ കോഡ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് 6 ആണ്. 6 വരുന്നത് 18ആണ്. അപ്പോൾ 18 കൂടെ 4 കൂടെ 22. അപ്പോൾ 22ാമത് ഏത് ലെറ്റർ വരുന്നത് നമുക്ക്? B ആണ് വരുന്നത്. 22 B. അടുത്തത് ഏത് ലെറ്ററാണ്? A ആണ് വരുന്നത്. A വരുന്നത് 1 ആണ്. അപ്പോൾ 1 കൂടെ 4 കൂടി 5 വരുന്നത് ഏതാണ്? E ആണ് നമുക്ക് വരുന്നത്. E വരുന്നത് 5ാമത്. അടുത്തത് നമുക്ക് വേണ്ടത് N ആണ്. N വരുന്നത് 14. 14ാമത്തെ ലെറ്ററാണ് N. അപ്പോൾ 14 കൂടെ 4 കൂടിയ 18. 18ാമത് വരുന്നത് ഏതാണ്? 6 ആണ് വരുന്നത്. 18 6. ഇനി നമുക്ക് G വരുന്നത് എത്രാമതാണ്? 7ാമതാണ് G വരുന്നത്. ഇത് നമ്മൾ ABCD എണ്ണയിട്ടാട്ടോ ഇത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് 7 കൂടെ 4 കൂടിയ 11. 11ാമത് വരുന്നത് K ആണ്. 11 വരുന്നത് K. നെക്സ്റ്റ് ഏതാണ്? E ആണ്. E വരുന്നത് 5ാമതാണ്. അപ്പോൾ 5 കൂടെ 4 കൂടി നമുക്ക് 9 ആണ്. അപ്പോൾ 9ാമത് വരുന്ന ലെറ്റർ I ആണ്. 9 I. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കോഡ് കിട്ടി. നമുക്കിനി അത് ഓപ്ഷനിൽ ഉണ്ടോ നോക്കാം. അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ ഇതാ നമ്മുടെ ആ കോഡ് വരുന്നുണ്ട്. ഇതാണ് ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് നമ്മൾ എത്ര ഡിഫറൻസ് വരും നോക്കുക. ഇപ്പം ഇവിടെ ആപ്പിൾ പറഞ്ഞിട്ടുള്ളതാണ് അവർ തന്നിട്ടുള്ളത്. അപ്പോൾ ആ ആപ്പിളും
അത് ETTPI അതിൻ്റെ ഡിഫറൻസ് എത്ര വരുമെന്ന് നോക്കുക. ആ ഡിഫറൻസ് വെച്ചിട്ട് നമ്മളോട് എന്താണോ കണ്ടുപിടിക്കാൻ പറഞ്ഞത് ആ ലെറ്റർ അതുപോലെ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള ട്രിക്സിന് വേണ്ടിയിട്ട് ചാനലൊന്ന് ഫോളോ ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്